ശ്രീ എ പ്രഭാകരൻ 9 മിനിറ്റ് അങ്ങേക്ക് സംസാരിക്കാം. കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന കടുത്ത അവഗണനയുടെ ഭാഗമായി ഉണ്ടായ സാമ്പത്തിക ഞെരുക്കമാണ് നമ്മളിന്ന് അനുഭവിക്കുന്നത്. ഈ പ്രതിസന്ധികളുടെ നടുവിൽ പോലും കേരളത്തിൻ്റെ വികസന രംഗത്ത് വിസ്മയകരമായി മുന്നോട്ട് നയിക്കുവാനുള്ള പദ്ധതികൾ അവതരിപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി സഖാവ് ബാലഗോപാലൻ അവതരിപ്പിച്ച ബഡ്ജറ്റിനെ ഞാൻ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നു. സർ, കേന്ദ്രത്തിലെ മോദി ഗവൺമെൻറ്റിൻ്റെ 3ാം വരവിന് ശേഷം അവതരിപ്പിച്ച 2 ബഡ്ജറ്റിലും കേരളമെന്ന പേരില്ല. ഇത് ബോധപൂർവം കേരളം നേടിയ നേട്ടങ്ങളെ തകർക്കാനാണ്. ഒരു കാരണവശാലും കേരളം നന്നാകരുത് എന്നതുകൊണ്ടാണത്. കേന്ദ്രത്തിലെ BJP ഗവൺമെൻറ് മാത്രമല്ല, മുമ്പ് ഭരിച്ച കോൺഗ്രസ് ഗവൺമെൻറ്റും കേരളത്തോട് ഇതേ സമീപനമാണ് സ്വീകരിച്ചു വന്നത്. കേന്ദ്രവും കേരളവും ഒരേ പാർട്ടി ഭരിക്കുമ്പോഴും ഇതേ ഗതി അനുഭവിക്കേണ്ടി വന്നവരാണ് നമ്മൾ മലയാളികൾ. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വലിയ വലിയ വാഗ്ദാനങ്ങൾ വാരിക്കോരി ചൊരിയും. അവരധികാരത്തിൽ വന്നാൽ കേരളത്തെ മറക്കും. കേരളത്തിൻ്റെ ഒരു വാഗ്ദാനങ്ങളും നിറവേറ്റിയ പാരമ്പര്യം ഈ കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ഒന്നുപോലും നടപ്പാക്കിയിട്ടില്ല. അത് കേരളത്തിൻ്റെ ക്രമാനുഗതമായ വളർച്ചയെയും പുരോഗതിയെയും വഴിതെറ്റിക്കാനുള്ള പ്രവർത്തനമാണ് കോൺഗ്രസും ചെയ്തത്. കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ്റുകൾ അധികാരത്തിൽ വരുമ്പോൾ അടിസ്ഥാനപരമായി പല മാറ്റങ്ങൾക്കും നേതൃത്വം കൊടുക്കുക, അത് ഇടയ്ക്ക് മാറി കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഗവൺമെൻറ് വന്നാൽ അതിനെയൊക്കെ തകർത്ത ഒരു അനുഭവമാണ് നമുക്ക് പറയാനുള്ളത്. എന്താ സാർ, നമ്മൾ ഈ രാജ്യത്തിൻ്റെ ഭാഗമല്ലേ മലയാളികൾ? കേരളം ഇന്ത്യ രാജ്യത്തിൻ്റെ ഭാഗമല്ലേ? ഒരു ശത്രുരാജ്യത്തോട് എടുക്കുന്ന സമീപനമല്ലേ കേന്ദ്രം ഭരിച്ച ഇപ്പോൾ ഭരിക്കുന്ന BJPയും അതിനു മുമ്പ് ഭരിച്ച കോൺഗ്രസും ഈ സംസ്ഥാനത്തോട് എടുത്തിട്ടുള്ളത്? ഞാൻ മനസ്സിലാക്കുന്നത് ഈ 956 ഈ സംസ്ഥാനം ഉണ്ടായി, 57 തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ പ്രബുദ്ധരായ മലയാളികൾ ആദ്യമായി ഈ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെൻറ്റിനെയാണ് തിരഞ്ഞെടുത്തത്. അതിൻ്റെ പക തീർക്കലാണ് നാളിതുവരെ കോൺഗ്രസും ഇപ്പോൾ BJPയും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതല്ലേ വസ്തുത? സംസ്ഥാനത്ത് സൃഷ്ടിക്കപ്പെട്ട സാമ്പത്തിക ഞെരുക്കത്തിനിടയിലും ചെലവുകൾക്ക് യാതൊരു കുറവും വരാതെ ഈ സർക്കാർ മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ 4 വർഷം എല്ലാ മേഖലകളിലേക്കും പണമെത്തിക്കാനും വികസനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഒരു കുറവുമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനും സർക്കാരിന് കഴിഞ്ഞത് ചെറിയ കാര്യമാണ്. സർക്കാരിൻ്റെ ശരാശരി വാർഷിക ചെലവിൽ 50,000 കോടി രൂപയുടെ വർധനവുണ്ടാക്കി. അതിൻ്റെ ഉണർവ് കേരളത്തിലാകെ ഉണ്ടായിട്ടുണ്ട്. അത് ഭരണകക്ഷി അംഗങ്ങളുടെ മണ്ഡലത്തിൽ മാത്രമല്ല, പ്രതിപക്ഷ അംഗങ്ങളുടെ മണ്ഡലത്തിലും ഉണ്ടായിട്ടുണ്ട് എന്നത് പ്രതിപക്ഷം മറക്കരുത്. സർ, ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ പദ്ധതികൾ കിബിയിലൂടെയാണ് സാധ്യമായതും സാധ്യമായിക്കൊണ്ടിരിക്കുന്നതും എന്നത് മറച്ചു വെച്ചുകൊണ്ടാണ് പ്രതിപക്ഷം ആക്ഷേപങ്ങൾ ചൊരിയുന്നത്. നന്ദി പ്രകടിപ്പിച്ചില്ലെങ്കിലും നിന്ദിക്കാതിരിക്കാനുള്ളൊരു മനോഭാവമെങ്കിലും ഈ പ്രതിപക്ഷം പ്രകടിപ്പിക്കേണ്ടതല്ലേ? കേരളത്തിലെ പ്രതിപക്ഷവും, എനിക്ക് ഒരു കഥയാണ് ഓർമ്മ വരുന്നത്, വീട്ടിലെ പൂച്ചയും ഒരുപോലെയാണ്. മീൻ എങ്ങനെ കരയിലെത്തി, അതെങ്ങനെ വീട്ടിലെത്തി, അത് വാങ്ങിയ കാശ് എവിടെ നിന്ന് വന്നു, ഇതൊന്നും പൂച്ചയ്ക്ക് അറിയേണ്ട കാര്യമില്ല. പക്ഷേ അമ്മ മീൻ വെട്ടാനിരുന്നാൽ തലയും വാലും കുടലുമൊക്കെ അതിന് കിട്ടുകയും വേണം. എന്നിട്ട് അതൊക്കെ മൂക്കറ്റം തിന്നിട്ട് പിന്നെ ഈ നമ്മുടെ വീട്ടിലെ സോഫ മാന്തിപ്പൊളിക്കും. അതുപോലെ തന്നെ ഓന്തിനെയും അരണിയും കടിച്ചുകൊണ്ട് വന്ന് വീട്ടിലിടും. ഇതൊക്കെ ഒന്നിനും പിന്നെ തുടങ്ങിയിട്ടുള്ള കലാപരിപാടികൾ പൂച്ച തുടങ്ങും. അതുപോലെയാണ് പ്രതിപക്ഷം കിട്ടേണ്ടതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുറ്റം പറച്ചിലും വല്ലാത്ത വെപ്രാളം പ്രകടിപ്പിക്കലും ഇതൊക്കെയാണ് കോൺഗ്രസിൻ്റെ സ്ഥിതി. അതിപ്പോൾ ഇന്നലെയും കണ്ടു, ഇന്നും കണ്ടു, ഇനി നാളെയും നമ്മൾ കാണും എന്നാണ് എനിക്ക് തോന്നുന്നത്. സർ, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 1600 രൂപ വീതം നൽകുന്ന ഏതെങ്കിലും ഒരു സംസ്ഥാനം ഇന്ത്യയിലുണ്ടോ? ഉണ്ടെങ്കിൽ പറയട്ടെ. കോൺഗ്രസ് ഭരിക്കുന്ന ഏതെങ്കിലും സംസ്ഥാനത്ത് കൊടുക്കുന്നുണ്ടോ? ഈ കൊച്ചു കേരളത്തിൽ 62 ലക്ഷം പേർക്കാണ് ഈ പെൻഷൻ മുടങ്ങാതെ, ഒരു മാസത്തൊക്കെ എന്തെങ്കിലും വീഴ്ച വന്നാലും ഗവൺമെൻറ് ഇവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് കൃത്യമായി കൊടുക്കുമെന്ന്. എന്തായാലും UDF അധികാരത്തിൽ വന്നാൽ ഇത് ഉണ്ടാകുമെന്ന് ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ? കാരണം 600 റുപ്യ 18 മാസം ബാക്കി വെച്ചവരാണ് UDFിലെ ഗവൺമെൻറ്റിൻ്റെ കാലത്ത്. ഇപ്പോൾ നിങ്ങൾ അടുത്ത തെരഞ്ഞെടുപ്പിലും നിങ്ങൾ വരാൻ പോകുന്നില്ല. കാരണം ജനങ്ങൾക്കിത് നന്നായിട്ട് അറിയാം. LDF ഉണ്ടെങ്കിലേ ഈ പെൻഷൻ കിട്ടൂ എന്ന നല്ല ബോധ്യം ജനങ്ങൾക്കുള്ളത് കൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യവും അവർ തുടർ ഭരണത്തിന് ഇനി 3ാമതും പിണറായി തന്നെ വരും എന്ന കാര്യത്തിൽ നിങ്ങളിവിടെ ജൽപ്പനം നടത്തിയിട്ട് കാര്യമൊന്നുമില്ല. ജനങ്ങളിത് നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരുപക്ഷേ
ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയം വേറെയാണ്. അതുകൊണ്ടായിരിക്കാം ജനങ്ങൾ അങ്ങനെ വോട്ട് ചെയ്തത്. ഇനിയിപ്പോൾ അതും മനസ്സിലാക്കിയവർ ഈ കേരളത്തിൻ്റെ ഒരു ആവശ്യം വരുമ്പോൾ കേരളത്തിന് വേണ്ടി സംസാരിക്കാൻ തയ്യാറില്ലാത്ത എം പിമാർ പാർലമെൻറ്റിൽ അയച്ചിട്ട് എന്താ കാര്യം? അത് ഞാൻ അവസാനം പറയാം. എന്തായാലും സ്വന്തമായി വീടില്ലാത്തവർക്ക് വീട് എന്നത് വെറും പറച്ചിലാണോ? അത് പ്രാവർത്തികമാക്കുകയാണ് ഈ സർക്കാർ ചെയ്തത്. അവശേഷിക്കുന്നവർക്ക് കൂടി നൽകാൻ ഈ ബഡ്ജറ്റിൽ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി അതിന് മാർഗം കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തെവിടെയെങ്കിലും വീടില്ലാത്തവർക്ക് മുഴുവൻ വീട് കൊടുക്കുക എന്നൊരു പദ്ധതി നടപ്പാക്കിയിട്ടുണ്ട്. എനിക്കറിയില്ല, ഉണ്ടെങ്കിൽ UDFകാർ പറയട്ടെ, മനസ്സിലാക്കുക. ഇന്ന രാജ്യത്തെ പോലെ കേരളത്തിൽ എല്ലാവർക്കും വീടില്ലാത്തവർക്ക് വീട് കൊടുത്തു എന്ന് ഞങ്ങൾക്കൊക്കെ നാട്ടുകാരോട് പറയാൻ ഒരു അവസരം കിട്ടുമല്ലോ. മാത്രമല്ല, രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ബഹുമുഖമായ എല്ലാ വർധനവും എല്ലാ നേട്ടങ്ങളും ഞാൻ ചൂണ്ടി പറയാൻ ഈ അവസരം എടുക്കുന്നില്ല. 1360 മെഗാവാട്ട് വിദ്യുത് ശക്തി ഈ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഉൽപ്പാദിപ്പിച്ചു. വസ്തുതയല്ലേ? 20,28,424 കുടിവെള്ള കണക്ഷനുകൾ ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നൽകി. അത് വസ്തുതയല്ലേ? 3 വർഷം കൊണ്ട് 1,80,887 പേർക്ക് പട്ടയം നൽകി. അത് ചെറിയ കാര്യമാണോ? 5.58 ലക്ഷം ഹെക്ടർ ഭൂമി ഡിജിറ്റൽ സർവേയിലൂടെ അളന്ന് തിട്ടപ്പെടുത്തി ഇന്ത്യയിൽ വേറെ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ പറയട്ടെ, നമുക്കും കൂടി പഠിക്കാമല്ലോ. ഇതൊക്കെ കാണാനും കണ്ടുപഠിക്കാനും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും പ്രതിനിധികൾ വരികയാണ്. ഇത് കേരളത്തിൻ്റെ മാതൃക മനസ്സിലാക്കാനാണ്. UDFൻ്റെ ഭരണകാലത്ത് ആരെങ്കിലും ഈ കേരളത്തിലേക്ക് തിരിഞ്ഞു നോക്കിയതായിട്ടുള്ള സംഭവം ഉണ്ടോ? ഉണ്ടെങ്കിൽ അവർ പറയട്ടെ, ഈ ആരൊക്കെ ഇന്നെ വന്നു എന്ന്. മാത്രമല്ല, കേരളത്തിൽ നടപ്പാക്കിയിട്ടുള്ള സമ്പൂർണ്ണ സാക്ഷരത, അധികാര വികേന്ദ്രീകരണം, സമ്പൂർണ്ണ വൈദ്യുതീകരണം, ഇതൊക്കെ കാണാനും പഠിക്കാനും വിദേശത്ത് നിന്ന് വരെ ആൾക്കാർ വന്നു, ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു. ഇത് LDF ഭരണകാലത്തായിരുന്നു എന്നത് ഇവർ ഓർക്കണം. UDF ഭരിക്കുമ്പോൾ അത് കേരളത്തിൽ ഉണ്ടായിട്ടില്ല. സാർ, ഇതിനൊക്കെ പുറമെ അതിദരിദ്രരില്ലാത്ത കേരളം എന്നത് ചെറിയ കാര്യമാണോ? ഇന്ത്യ രാജ്യത്തിൻ്റെ ഇന്ന അവസ്ഥയ്ക്ക് ഏതെങ്കിലും ഒരു കോൺഗ്രസ് ഗവൺമെൻറ് ഭരിക്കുന്ന സംസ്ഥാനത്ത് ഇങ്ങനെ പ്രഖ്യാപിക്കാൻ അവർക്ക് ധൈര്യമുണ്ടോ? പ്രഖ്യാപിച്ച ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി ഈ ഗവൺമെൻറ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതാണ് വസ്തുത. ഇത് കാണാതിരുന്നിട്ട് കണ്ണുള്ളവർ കാണും. ഇത് പിണറായി സർക്കാരിൻ്റെ നിശ്ചയദാർഢ്യത്തിൻ്റെ ഫലമായിട്ടാണ് ഇതുണ്ടായത് എന്ന് കാണണം. സർ, ഇന്നലെ ഡോക്ടർ മുനീർ സാഹിബ് വളരെ വികാരവിവശനായി കണ്ടു. അദ്ദേഹത്തിൻ്റെ എല്ലാ ആദരവും ബഹുമാനവും വെച്ചുകൊണ്ട് ഞാൻ പറയാണ്, വൈകാരികത പ്രകടിപ്പിക്കുന്നതിൽ വല്ല അർത്ഥമുണ്ടോ? വസ്തുതകളെ വസ്തുതകളായി കാണണ്ടേ? ഇന്നിപ്പോൾ PK ബഷീർ സാഹിബ് ഇവിടെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ കൂടുതൽ കാര്യമൊന്നും പറയുന്നില്ല. തേങ്ങ 10 അരച്ചാലും താളല്ലേ കറി എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ ഈ കോൺഗ്രസിൻ്റെ കൂടെയല്ലേ കൂട്ട്. നിങ്ങൾ എന്ത് പറഞ്ഞാൽ ആരിതിന് വില വയ്ക്കും? കോട്ട് പരിശോധിക്കും. എന്തായാലും ഇതൊക്കെ ഭംഗിയായി നടക്കുമ്പോൾ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയുടെ ശ്രദ്ധയിൽ ചില കാര്യങ്ങൾ കൂടി കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, കേരളത്തിലെ നെൽകൃഷിക്കാർ വല്ലാത്ത ഒരു മിനിറ്റ് പരിതാപകരമായ അവസ്ഥയിലാണ്. വല്ലാതെ ബുദ്ധിമുട്ടിയിട്ടാണ് അവർ വിളയിറക്കുന്നത്. തീർച്ചയായും അവർക്ക് എന്തെങ്കിലും ഒരു വർധനവ്, ഒരു 2 ഉറുപ്പിയെങ്കിലും 1 കിലോ നെല്ലിന് വർദ്ധിപ്പിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അത്രമാത്രം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ രാസവളത്തിൻ്റെ വില വർധനവും മറ്റ് കാര്യങ്ങളിൽ കൃഷിക്കാർ വല്ലാതെ ബുദ്ധിമുട്ടുകയാണ്. മറ്റൊന്ന്, ഈ പിരിഞ്ഞ അംഗൻവാടി വർക്കർമാരുണ്ട്. അവർ സത്യത്തിൽ ആദ്യം 200 ഉറുപ്പിക്കും 400 ഉറുപ്പിക്കും പണിയെടുത്തവരാണ്. ഇപ്പോൾ സൂര്യന് താഴെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഏറ്റെടുത്ത് നടത്തിയവരാണ്. അവരിപ്പോൾ സർവീസിൽ നിന്ന് പിരിഞ്ഞു. കഴിഞ്ഞ 2-3 കൊല്ലമായി അവർക്ക് പെൻഷൻ കിട്ടുന്നില്ല. കുറേ ആൾക്കാർ മരിച്ചു. വല്ലാത്ത ബുദ്ധിമുട്ടിലും പ്രയാസത്തിലുമാണ്. അപ്പോൾ ആ അംഗൻവാടി ജീവനക്കാർക്ക് പിരിഞ്ഞു പോയവർക്ക് പെൻഷൻ കൃത്യമായി വിതരണം നടത്താനുള്ള ഒരു ഇതുകൂടി ബഡ്ജറ്റിൽ കാണണം. മറ്റൊന്ന്, ഞാൻ രാവിലെ സംസാരിച്ചതാണ് വന്യമൃഗങ്ങളുടെ ആക്രമണം വിധേയരായവർക്ക് ഇപ്പോൾ ചികിത്സാ ചെലവ് വർദ്ധിപ്പിക്കണം. അത് കേവലം 10,000 രൂപയാണ് അവർക്ക് സഹായം. ഇപ്പോൾ വാരിയെല്ല് പൊട്ടിക്കളി കിടക്കുന്ന ഒരു വിജയൻ എൻ്റെ മണ്ഡലത്തിലുണ്ട്. മാത്രമല്ല, മരുന്ന് ചെലവും അത് കുറച്ച് വർദ്ധിപ്പിക്കണമെന്നാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത്. മറ്റൊന്ന്, മലമ്പുഴ ഉദ്യാനം ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്, വിനോദസഞ്ചാര കേന്ദ്രം. അതിൻ്റെ ഉദ്യാന നവീകരണത്തിനും പഴയ പ്രതാപം വീണ്ടെടുക്കാനും ഒരു ചെറിയ സംഖ്യയെങ്കിലും അതിന് വകയിരുത്തണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. മറ്റൊന്ന്, മലയാളികളുടെ വോട്ട് വാങ്ങി കേരളത്തിൽ നിന്നും പാർലമെൻറ്റിലേക്ക് പോയവർ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ കേരളത്തിന് വല്ലാതെ അപമാനമായി മാറിയിരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, മലയാളികളുടെ വോട്ട് വാങ്ങിയിട്ടല്ലേ 18 MP മാർ
19 MP-മാർ, അതിൽ ഒരാൾ പിന്നെ കോൺഗ്രസിന്റെ സഹായത്തോടു കൂടി ജയിച്ചതുകൊണ്ട് 19. Yes, please, അപ്പോൾ please, ഒറ്റ ആ വാചകം പൂർത്തിയാക്കിയിട്ട് നിർത്താം സാർ. അപ്പോൾ അവരവിടെ ഈ കേരളത്തിന് വേണ്ടി ആ തൊട്ടടുത്ത സംസ്ഥാനത്തിലെ തൂത്തുക്കുടി MP കനിമൊഴി കാണിച്ച ഒരു മാന്യതയെങ്കിലും ഇവർ ഈ കേരളത്തോട് കാണിക്കണ്ടേ? അത് പാർലമെൻറ്റിൽ കാണിച്ചില്ല എന്നത് ചെറിയ കാര്യമല്ല. ഇത് ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്നുകൂടി അറിയിച്ചുകൊണ്ട് ഈ ബഡ്ജറ്റിനെ പിന്താങ്ങിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.